ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറന്നു പോവല്ലേ. അപ്പോൾ നമ്മളിന്ന് കറി വയ്ക്കുന്നത് ദാൽ പാലക കേട്ടോ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ. ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയുടെ എണ്ണം കൂടും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതാണ്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് ആദ്യം പരിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചുമന്ന പരിപ്പാണ് എടുത്തേക്കുന്നത്. ഈ പരിപ്പ് ഒന്നുകൂടെ ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ സാമ്പാറിന് ചേർക്കുന്ന പരിപ്പായാലും മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട ശേഷം വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1/2 സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവാൻ വയ്ക്കാം. ഒരു വിസിലടിച്ചാൽ മതി, അപ്പം തന്നെ വെന്ത് കിട്ടുവേ. അപ്പോൾ അതാണ്ട് ഞാൻ പാലക്കെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നല്ല ടേസ്റ്റാട്ടോ പാലക്കും പരിപ്പും കൂടെ കറി വെച്ചാൽ. അപ്പോൾ അതാണ്ട് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു സവാള, ഒരു തക്കാളി, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 6 അല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുക്കാം. കടായി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് ആട്ടോ നെയ്യിലുണ്ടാക്കുമ്പോഴേ. അപ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ടൊന്ന് ആദ്യം മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി മൂത്ത് വന്ന ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചാൽ തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലതുപോലെ വഴണ്ട് വരണേ, നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയും കൂടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, എരിയുള്ള മുളക് പൊടി കേട്ടോ, ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാമേ. ഇത് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാലക്കും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി പാലക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാമേ. അതാണ്ട് നല്ലതുപോലെ ആവിയൊക്കെ കയറിയപ്പോൾ നല്ലതുപോലെ പാലക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ പരിപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പരിപ്പ് ഒഴിച്ചു കൊടുത്തതിലേക്ക് ചൂടുവെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇത് പരിപ്പും കൂടെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെ നമ്മൾ കറി എടുക്കണേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ശകലം ഉപ്പൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുക്കണേ. നമുക്ക് വീണ്ടും അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാമേ. അപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തണുത്ത് കഴിയുമ്പം ശകലം വെള്ളം നീട്ടി വേണം എടുക്കാൻ. അപ്പോൾ നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ദാൽപ്പാലൊക്കെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയോട് കഴിക്കാൻ ഞാൻ പറഞ്ഞില്ല, നല്ല ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ചപ്പാത്തിയും ദാൽപ്പാലക്കും കൂടെ ചേർത്ത് കഴിക്കാൻ. അപ്പോൾ അടിപൊളിയാണ്. കഴിച്ചവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നും കേട്ടോ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദാണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ഒഴിവാക്കരുത് കേട്ടോ. ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ മല്ലിയിലയും കൂടി ഇടുമ്പോൾ കേട്ടോ കറിക്ക് ടേസ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മല്ലിയില ഒഴിവാക്കുകയും ചെയ്യല്ലേ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി നമുക്കൊന്നുകൂടെ തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാട്ടോ. അപ്പോൾ ഞാൻ ശകലം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കണേ. കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. കൂടിപ്പോയാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ വീണ്ടും ഉപ്പ് കുറവാണ്. അപ്പോഴാണ് വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ദാൽ പാലക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളൊരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും ഇങ്ങനെ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പം അടിപൊളി ടേസ്റ്റിയായിട്ട് ദാൽ പാലക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ചപ്പാത്തി ആട്ടോ റെഡിയാക്കി എടുത്തേക്കുന്നത്. ചപ്പാത്തി നമുക്ക് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഞാൻ ഇന്ന് ബട്ടർ തേച്ചാട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ നമ്മുടെ ബട്ടർ തേച്ച ചപ്പാത്തിയും പാലക്ക് കറിയും കേട്ടോ ഇന്നത്തെ ഡിന്നറ്. അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്